guys, welcome back. This is me Varsha and you're watching the 5th ever episode of my IV series. അങ്ങനെ നമ്മൾ ജയ്സൽമീറിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ദേ ഈ കാണുന്ന ഹട്ട്സിലാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റേ. നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് വേണ്ട ഫുഡ് എല്ലാം അവിടെ സെറ്റ് ആയിരുന്നു. അങ്ങനെ വയറ് നിറച്ച് ഫുഡ് കഴിച്ച് ഇത്രയും വലിയ യാത്രയുടെ ക്ഷീണം എല്ലാം തീർത്ത് നമ്മൾ നേരെ നമ്മുടെ റൂമിലോട്ട് പോയി. ദേ ഈ കാണുന്നതാണ് നമ്മുടെ റൂമിൽ വന്ന് കുറച്ചു നേരം നല്ലപോലെ റെസ്റ്റ് എടുത്ത് ഒന്ന് ഫ്രഷൻ അപ്പ് ആയി നമ്മൾ നേരെ പോയത് ക്യാമൽ സഫാരിക്കാണ് ഗൈസ്. ഞങ്ങളുടെ IV ഐറ്റിനറി കണ്ടപ്പോൾ തൊട്ടേ I was really excited for this safari. സത്യം പറയല്ലോ ഗൈസ്, എക്സൈറ്റ്മെന്റ് വർത്ത് ആയിരുന്നു. ഐ റിയലി എൻജോയ്ഡ്. ഒട്ടകപ്പുറത്ത് മാത്രമല്ല ഗൈസ്, ഒട്ടകം വലിച്ചോണ്ട് പോകുന്ന ഒരു പെട്ടിക്കകത്ത് കയറി ഇരുന്നിട്ടുള്ള ഒരു സഫാരി നമ്മൾ ഗ്രൂപ്പായിട്ട് ചെയ്തിരുന്നു. അതും അടിപൊളിയായിരുന്നു. അങ്ങനെ ക്യാമൽ സഫാരിയും പിന്നെ അതിന്റെ ഒപ്പം നല്ലൊരു അടിപൊളി സൺസെറ്റും കണ്ടതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ ഇങ്ങോട്ട് വന്നത് അതുപോലെ തന്നെ ഒട്ടകം നമ്മൾ നേരെ നമ്മുടെ റിസോർട്ട് ഫ്രണ്ടിലോട്ട് തിരിച്ചു കൊണ്ടാക്കി തരും. തിരിച്ച് നമ്മൾ അവിടെ എത്തിയപ്പോൾ നമുക്കൊരു വെറൈറ്റി സ്വീകരണം ഉണ്ടായിരുന്നു ഗൈസ്. അവിടെ നിന്ന് കൊട്ടും കുറിയൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി സ്വീകരണമായിരുന്നു. പിന്നെ അത് മാത്രമല്ല നല്ലൊരു അടിപൊളി ഫുഡും നമുക്ക് അവിടെ നിന്ന് കിട്ടിയിരുന്നു ആസ് എ സ്നാക്ക്. പാസ്ത, വെജ് കട്ട്ലേറ്റ്, പിന്നെ ഒരു ഒത്തന്റിക് ആയിട്ടുള്ള ഒരു ചട്നി, ഇതൊക്കെയായിരുന്നു അവർ നമുക്ക് തന്നത്. പിന്നെ ഇവരെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ എന്തൊക്കെയോ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. കുറച്ചു നേരം നമ്മൾ റുഷ്തയുടെ ക്യൂട്ട്നെസ് ഒക്കെ കണ്ടിരുന്നപ്പോഴത്തേനും അവിടെ മെയിൻ പരിപാടി തുടങ്ങി ഗൈസ്. ആദ്യം കുറച്ച് തീ കൊണ്ടുള്ള പരിപാടിയായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ചേച്ചിമാര് എന്തോ ഒരു തരം ഡാൻസ് കളിച്ചു. പിന്നെ കൊടം ഡാൻസും ഉണ്ടായിരുന്നു. ഇതൊക്കെ ശരിക്കും അവരുടെ ട്രഡീഷണൽ ഡാൻസ് ഫോംസ് ആണ്. ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല. അങ്ങനെ അവരവരുടെ കഴിവുകളൊക്കെ നമുക്ക് കാണിച്ചു തന്നപ്പോൾ നമ്മളും ഒരു തരത്തിൽ വിട്ടുകൊടുത്തില്ല ഗൈസ്. നമ്മുടെ കഴിവുകളൊക്കെ നമ്മളും അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. സോ നെക്സ്റ്റ് ഏർലി മോർണിംഗ് എണീറ്റ് വി വെന്റ് ടു വാച്ച് സൺറൈസ്. അതും വെറുതെ അല്ല, നല്ലൊരു അടിപൊളി ജീപ്പ് സഫാരിയോട് കൂടിയിട്ടാണ് നമ്മൾ പോയത്. ഇതേ കേട്ടില്ലേ, സ്വർഗം കണ്ടു. അങ്ങനെ അവിടെ എത്തി നല്ല അടിപൊളി സൺറൈസ് ഒക്കെ കണ്ട് നമ്മളൊരു ക്വാഡ് ബൈക്ക് സഫാരിയും കൂടെ ഉണ്ടായിരുന്നു. അതൊരു രക്ഷയില്ല ഗൈസ്, മസ്റ്റ് ട്രൈ ആണ്. അപ്പൊ നമ്മുടെ മരുഭൂമി ജീവിതം ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് പാർട്ടി വരാം. അപ്പൊ ബൈ ഗൈസ്.